എങ്ങനെയുണ്ടമ്മാവ? സ്വത്തും സമ്പാദ്യം സ്വന്തമാക്കാൻ വടക്കൻ വീട്ടിലെ തമ്പ്രാക്കന്മാർ നല്ല കുഞ്ഞാടുകളെ വളർത്തിയ മക്കൾ ആവർത്തിച്ച് കലയിക്കുന്ന സ്വപ്നം കണ്ടപ്പോ അതിൽ ഇങ്ങനെ സീൻ കണ്ടിരുന്നു. സ്വന്തം കൂടപ്പുറപ്പിനെ കൊന്നു തള്ളാൻ കൊട്ടേഷൻ പാർട്ടിക്ക് കാശ് കൊടുക്കുന്ന സീൻ. തറവാടും തന്തമാരും അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് ചിലപ്പോ കണ്ടു കാണും. പണ്ടും അത് തന്നെയാണല്ലോ ശീലം. ഒന്ന് തള്ളാൻ കാശ് കൊടുക്കുന്നത് ഇതാദ്യമായിട്ടല്ലോ. ആണെന്ന് പറയാൻ പറ്റുമോ വല്യമ്മാവന്? ഈ താന്തോതിയുടെ മുഖത്ത് നോക്കി ആഘോഷം അതിന്റെ പേരിലുള്ള കണക്ട് ചെയ്യാൻ വല്ല മാർഗണ്ട. ഇത്രയും കാലം ജീവിച്ചതിന് തട്ടുകട തീർക്കാൻ ബിന്ദു കമ്പ്യൂട്ടറിൽ വേണേ കാണാം. പിന്നെ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ നാട്ടിലേക്ക് ടിവിയിലേക്ക് കണക്ട് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഫുള്ള് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ലൈവായിട്ട് കാണുന്നത്. അപ്പൊ പുതുതായിട്ട് വരുന്ന 3-4 സൈറ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും പറയാനുണ്ടാവും. പിന്നെ യൂട്യൂബ് കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ കുറെ കിടക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഇപ്പൊ കോമൺ ആയിട്ട് വരുന്ന വെബ്സൈറ്റ് ഉണ്ട്. തിരുട്ട് VCD എല്ലാ ഫിലിമും കിട്ടും. പിന്നെ www.goetpm അല്ലല്ല പിന്നെ അത് പരസ്യത്തിൽ കണ്ടല്ലേ ആ മഞ്ജു വാര്യർ ക്യാൻസറിന് ഒരു പേഷ്യന്റ് ശരി. ക്യാൻസർ പേഷ്യന്റ് മുടി ഞാൻ ഇവിടെ ആഫ്രോ സ്റ്റൈലാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം വെട്ടി പിന്നെ രണ്ടാമത്തെ നമ്മൾ വെട്ടുമ്പോ നമ്മൾ 10 ഇഞ്ചോളം വെട്ടി കൊടുക്കാൻ പറ്റും. തൃശ്ശൂര് പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അത് പറ്റിയതാണ്. ഇതുപോലെ വിളിച്ചു. പക്ഷെ 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ ജില്ല കുഞ്ഞാലും മമ്മൂട്ടിന്നില്ല. അത് ഇൻവെർട്ടറിന്റെ അതേതാ ഇൻവെർട്ടറിന്റെ ഒരെണ്ണം മാത്രം വർക്ക് ചെയ്യുള്ളൂ. എനിക്കിത് ഇവിടെ വെച്ചിട്ട് വർത്താനം പിടിക്കും ചെയ്യാം. ഇവിടെ വെച്ചാൽ ക്യാമറയിൽ എല്ലാവരും പിടിക്കാൻ പറ്റും. പോട്ടെ ചെയ്യുമ്പോ കൃത്യ രീതിയിൽ പൊക്കടിക്കട്ടെ. ഏതാ ഇതാണ് ഓൺ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത ലൈറ്റ് ഓക്കെ. അത് രസമായിട്ട്
ഈ ഇവിടെ നിന്നും ഞാൻ പറഞ്ഞത് മോഹൻലാലിനെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ജീവിതം കൊണ്ടടക്കുന്നത് ഒരു ട്രെയിനിൽ വന്ന് ഇതിൽ നിന്ന് മുകളിലേക്ക് പോകല്ല ഇതിൽ നിന്ന് താഴോട്ട് കൊടുക്കുന്ന ആൾക്കാർ ആണ് ചില തമാശ സുരാജ് കിട്ടും അല്ല കൂതറയ്ക്ക് അല്ലെങ്കിൽ ചിരിക്കുമ്പോ കുട്ടികൾ കൊണ്ടുപോയിട്ട് അടച്ച് ഇതൊന്നും ലെവലാക്കാൻ പോകും. ഇവിടെ നിന്ന് മാംസം കൊണ്ട് കൂടിയിട്ട് ചിരിക്കുമ്പോ ഈ കട്ടുണ്ടല്ലോ ഇത് പുതിയ ഓർമ്മ പോയി അറിയാൻ പറ്റും നല്ല നടന്മാര് എന്ന് പറയുന്നത് മോഹൻലാൽ എന്റെ അഭിപ്രായമാണ്. പിന്നെ ബാക്കി എല്ലാവരും സൂപ്പറായിരുന്നു. അതായത് അവന്റെ അഭിനയം എന്ന് വെച്ചാൽ അവന്റെ ടെക്നിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഹോളിഡേ സീസൺ ആകുമ്പോൾ ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറഞ്ഞൊരു പടം ഇറക്കും. അത് എല്ലാ ഫാമിലിയും കൊണ്ട് കണ്ടിട്ട് അത് വിജയിക്കും. അതാണ് അവന്റെ ടെക്നിക്ക്. എല്ലാ സീസണിലും അതെ കാര്യസ്ഥ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ വന്നോ പോയോ താല്പര്യം സിനിമയാ കാര്യസ്ഥ. എന്റെ ആരും പറയുന്നത് ഇനി പെട്ട് താല്പര്യത്തോട് പറയും
ഇങ്ങനെ അടുത്തിട്ട് നമ്മളൊന്നും കണ്ടിട്ട് മൊത്തം കാണിക്കാം. അപ്പൊ അവർ ചെയ്യും അതൊരു സിറ്റുവേഷൻ അവരുടെ വാക്കുണ്ടാക്കുന്നത് ഇപ്പൊ മോഹൻലാലിലൂടെ സാഗരേഖ പടങ്ങളെ ചെയ്തിരുന്നു. പക്ഷെ അവസാനം ഇറങ്ങിയ കുറെ പടങ്ങളൊന്നും ചെറിയ ഈ പറയുന്ന മോഹൻലാലിന്റെ പണ്ടത്തെ ഈ പറയുന്ന അവരെന്താ ചെയ്ത് അതുപോലെയാണ് സലീംകുമാറിന്. സലീംകുമാർ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആക്ടറൊന്നല്ല. പക്ഷേ അഭിനയിച്ചപ്പോ വേറെ ആരില്ലാതെ കിട്ടി. അതിനുശേഷം നാഷണൽ അവാർഡ് കിട്ടിയ സലീംകുമാറും അതിന് മുമ്പ് അതിന് ശേഷം വെച്ച് ചോദിച്ചാൽ അഭിനയിച്ചിട്ട് ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതാണ് പറ്റിയത്. എല്ലാ സിനിമയിലും കാണില്ല. കൊമേഡി കൊമേഡിയെ പറഞ്ഞ അതുകൊണ്ട് ഒട്ടും വാദിക്കാറിയാത്തോടാണ് ഒരുപാട് കേസ് അപ്പൊ കേസിന്റെ കാര്യം ചോദിക്കാൻ അല്ല. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്ക് പണ്ടത്തെ അഭിനയിക്കാന്ന് പറഞ്ഞതിന് പോയിട്ടില്ല. അഭിനയിച്ച് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞത് മോഹൻലാലിന്റെ അഭിനയിക്കുന്നുണ്ട്. അഭിനയാണ് കാരണം കഥാപാത്രത്തിന് യോജിക്കുന്ന അഭിനയമായിട്ടുണ്ട്. അല്ലാതെ കഥാപാത്രത്തിന് വിചാരം എടുക്കാൻ പറ്റും. ഈ ജയിക്കാൻ കൊണ്ട് നാളത്തെ അഭിനയിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഭയങ്കര അഭിനയിച്ചു. അതായത് മോഹൻലാലിന്റെ മോഹൻലാലിന്റെ ഏത് പടം എടുത്താലും എല്ലാം സെയിം ആക്ഷൻസ് എക്സ്പ്രഷൻസ് എക്സ്പ്രഷനും ആക്ഷൻസും മാറ്റി
പിന്നെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ഡയലോഗ് പേഴ്സണാലിറ്റി ഇതെല്ലാം ഫിലിമിലുള്ളതാ. ഇതെല്ലാം പുറത്തൊന്നുമില്ല. മോഹൻലാലിലും എല്ലാ ഫിലിമിലും ഇതൊക്കെയുള്ളതാ. പക്ഷെ എന്നാലും അത് നന്നായി ചെയ്യുന്നു. സിനിമ കാണാം, പല